ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് കാലമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ കാഞ്ചീപുരം ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലി എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഐറ്റം ഒന്നുമല്ല, എന്നാൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കാഞ്ചീപുരം അമ്പലത്തിലുള്ള ഒരു റെസിപ്പിയാണ്. ഇതേപോലത്തെ നിറയെ ഇഡ്ഡലി ദോശ റെസിപ്പീസിന്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിന്, സ്നാക്സിനൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ ഉഴുന്ന്, അരി ഇത്രയും എന്തായാലും ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതിൽ ഉഴുന്ന്, പച്ചരി, പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു 4 മുതൽ 5 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെക്കണം. ഉലുവ ഞാൻ വേറെ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സോക്കാവട്ടെ. പിറ്റേ ദിവസം മാവ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും മാവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷെ വീഡിയോ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് രാത്രി വയ്ക്കാം. അപ്പോൾ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട് മാവ്. ഓവർനൈറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കുരുമുളക്, ജീരകം, പിന്നെ ചുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുരുമുളകൊക്കെ വേണമെങ്കിൽ ബോളായിട്ടും ഇടാം, പക്ഷെ അതിങ്ങനെ വായിൽ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊന്ന് പൊടിച്ച് ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ തരിതരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലെണ്ണയും നെയ്യും കൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ താളിപ്പ് നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ടിത് മാവിലേക്ക് ഒഴിക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തൈര് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഡ്ഡലി മാവ് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കട്ടൂരി അല്ലെങ്കിൽ ഒരു ബോൾ എടുത്തിട്ട് അതിൽ നല്ലോണം എണ്ണ അല്ലെങ്കിൽ നെയ്യ് തേച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുക. ബാക്കി ഭാഗം ഇതിന് പൊന്താൻ വേണ്ടി വരും. അപ്പോൾ പകുതി ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സാധാരണ ഇഡ്ഡലി കുക്കറിലോ സ്റ്റീമറിലോ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ച് കുക്കായി വരുന്നവരെ വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കാഞ്ചീപുരം ഇഡ്ഡലി റെഡിയാവും. നല്ല ടേസ്റ്റി ഇഡ്ഡലി ചട്നിയുടെ കൂടെ കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.